ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു കഥയാണ്. അതായത് ഞങ്ങൾ 2025 ഡിസംബർ 31 ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ കഥയാണ്. ഈ മുഖത്ത് മിന്നിമറയുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയി. വെളുപ്പിന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചേർത്തലൊക്കെ പോകായിരുന്നു. ഞങ്ങൾ 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് തിരക്കുണ്ടാവുമെന്ന് അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ദേഷ്യം വരില്ലേ. MC റോഡ് വഴിയാണ് പോയത്. എനിക്ക് MC റോഡ്, അതായത് വളവും തിരുവള്ള റോഡൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് അപ്പോഴേ തലവർക്കൊക്കെ വന്ന് ഞാൻ വല്ലയിടത്തും സൈഡാവും. അതാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് പന്തളെത്തിയപ്പോഴേക്കും റണ്ണീസ് എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി തന്നു. വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കുറെ ബ്ലോക്ക് കിട്ടിയെങ്കിലും ഞങ്ങൾ എങ്ങനെ നിർത്താതെ വണ്ടി പറപ്പിച്ച് വിടുമായിരുന്നു. പിന്നെ വീട്ടില് പിള്ളേരെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വേഗം തന്നെ 2 വീലർ എടുത്ത് ഫോർട്ട് കൊച്ചിക്ക് പോയി. പോകുന്ന വഴി അരൂപ്പള്ളിയിലെ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് നിർത്തിയെന്നില്ല, പോകുന്ന വഴി അങ്ങനെ കണ്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കെവിൻസിന്റെ ഒരു മിൽക്ക് ഷേക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വിചാരിച്ച പോലത്തെ തിരക്കൊന്നുണ്ടായില്ല. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ 11 മണി അവിടെ എത്തിയപ്പോഴേക്കും അതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല. വണ്ടി വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഒരാവശ്യമില്ലാതെ 2 കണ്ണാടിയും റണീസ് വാങ്ങി. ഗ്രൗണ്ടിലോട്ട് വന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്. 2 ഗ്രൗണ്ടിലായിരുന്നു പപ്പാനീനെ കത്തിക്കുന്ന വെച്ചത്. ഞങ്ങള് വെളി ഗ്രൗണ്ടിലാണ് പോയത്. ആ ഗ്രൗണ്ട് തന്നെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി. ഗ്രൗണ്ടിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇന്നപ്പോൾ ഒരു ചേട്ടൻ എന്നെ കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു, ബൺമസ്ക് കഴിക്കാന്ന്. പിന്നെ വിശപ്പുണ്ടായത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഓർമ്മ എടുത്തോ. അങ്ങനെ ബൺമസ്ക് മേടിച്ച് കഴിച്ചു. ബണ്ണില് ബട്ടർ പുരട്ടി തന്നിട്ട് പറയണ ബൺമസ്കാണ്. 50 രൂപ പോയി കിട്ടും. ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ ഞങ്ങൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വിശപ്പൊക്കെ ഞങ്ങൾ അടക്കി വെള്ളമൊക്കെ കുടിച്ച്. ഫോണിലൊന്നും ഒട്ടും റേഞ്ചേ ഉണ്ടായില്ല. പിന്നെ ബാഗ് ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ 2 വീലറിൽ തന്നെ കൊണ്ട് വെച്ചിട്ട് വന്നു. പിന്നെ ഗ്രൗണ്ടില് പിള്ളേർ തമ്മിൽ കുറെ അടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോലീസൊക്കെ വന്ന് പിടിച്ച് മാറ്റി. പിച്ചി മാന്തി നുള്ളി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അടിയുടെ വിഷയങ്ങൾ. 1 കിലോ മണ്ണ് പൊടി ഞങ്ങളുടെ മേത്തുണ്ടായിട്ടുണ്ട്. ആടി തിമ്മടത്ത് ലാസ്റ്റ് ആയപ്പോഴേക്കും വാസ്കോ ഡ ഗാമ സോങ് ഇട്ട് അതിൽ ആ ഗ്രൗണ്ട് മൊത്തത്തിൽ കുലുങ്ങി മറിഞ്ഞ്. അപ്പോഴേക്കും പപ്പാനീനെ കത്തിക്കാനുള്ള സമയമായിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നീങ്ങി പപ്പാനീനെ കത്തിക്കുന്ന കണ്ടു. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തു. ന്യൂ ഇയർ വിഷ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഓടി. പിള്ളേര് കരച്ചിൽ തുടങ്ങിയെന്ന് ഞങ്ങൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വെച്ചിട്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീടെത്തണം എന്നുള്ളൊരൊറ്റ മൈൻഡായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. തിരിച്ചു പോയപ്പോഴേക്കും ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഓരോ വീടുകളിലും ന്യൂ ഇയർ ആഘോഷങ്ങളും നടക്കുന്നുണ്ടാവും. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൊച്ചിയിലുള്ള സകല ഫാമിലിയും നമ്മുടെ ഫാമിലിയാണ്. സോ അവരുടെ ആഘോഷങ്ങൾക്ക് നമ്മൾക്കും അവരുടെ ഒരു പാർട്ടാകാം. ആരെന്ന് പോലും അറിയാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ അന്നത്തെ ദിവസം ചില്ല് ചെയ്യുന്നത്. ഓരോ വീടിന്റെ ഫ്രണ്ടിലും നിർത്തിയിട്ട് 2-3 സെക്കൻഡ് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെയാണ് നമ്മൾ മുന്നോട്ട് വണ്ടിയെടുത്ത് പിന്നെയും നമ്മളൊന്ന് നിർത്തി. അങ്ങനെയാണ് നമ്മൾ കൊച്ചി കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു വൈബാണ് 31st രാത്രി എന്ന് പറയുന്നത്. അത് കൊച്ചിക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, കൊച്ചിയിൽ വരുന്നവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിന് ശേഷം നടന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ആൻഡ് ഓക്കെ, നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ന്യൂ ഇയർ വ്ലോഗ്. ഓക്കെ, സോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്.